ഈ ഫാബ്രിക്സ് കൊണ്ട് നമ്മുടെ TTC നിറഞ്ഞു. ഹോൾസെയിൽ സെക്ഷനെ പുതിയ പുതിയ ഫാബ്രിക്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗോഡൗണിലേക്ക് പ്രോപ്പറായിട്ട് മാറ്റുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈം പീരീഡ്, കാരണം നിലവിൽ നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു മോഡ് ഓഫ് ബിസിനസ് ആയിരിക്കില്ല ഫ്യൂച്ചർ എന്ന് ഞങ്ങൾ വിചാരിക്കണം. കുറച്ചുകൂടെ എംപ്ലോയീസിനൊക്കെ കൂട്ടി 2 സെക്ഷനുകളുടെയൊക്കെ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പണി വീഡിയോ മെലാഞ്ചിൻ്റെ കാണുന്നവർക്കറിയാം, നമ്മുടെ ആ ഹോൾസെയിലിന് മാത്രമായിട്ട് ഒരു ഫ്ലോർ അങ്ങോട്ട് ഓപ്പൺ ആക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ മെയ് ലാസ്റ്റ് ഏപ്രിലോട് കൂടിയിട്ട് നമ്മളത് ഓപ്പൺ ആക്കും. എംബ്രോയ്ഡറി ഫാബ്രിക്സിനും അതുപോലെ പ്രിൻറ്റഡ് ഡിസൈനർ ടൈപ്പ് ഓഫ് ഫാബ്രിക്കില്ലേ, എംബ്രോയ്ഡറി ഫാബ്രിക്കിനും പ്രിൻറ്റഡിനും ജക്കാർഡ്സിനും മാത്രമായിട്ട് ഒരു ഏകദേശം 4000 സ്ക്വയർ ഫീറ്റോളം ഒരു ഫ്ലോറ് കംപ്ലീറ്റ് ഹോൾസെയിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇവിടെ നമ്മൾ TTCയിൽ ഫുള്ളായിട്ട് പ്ലെയിൻ ഫാബ്രിക്സും ടൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഗോഡൗണിൽ ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഫാബ്രിക്സ് ഇപ്പോൾ കുറേ അധികം ഇങ്ങനെ സ്റ്റോക്കായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ അതിനെ റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഒരു മാസം കൊണ്ട് സമയമെടുക്കും. സൂപ്പറാക്കും ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ. ഇത് ടിഷ്യൂ സ്ട്രൈപ്പ് ഫാബ്രിക്, 2 ടൈപ്പ് ഫാബ്രിക് ഉണ്ട്. 2 ടൈപ്പ് ഡിസൈൻ ഉണ്ട്. 1 സിൽവർ മാത്രം, 2 ഗോൾഡ് മാത്രം. തെറ്റിപ്പോയി, 1 ഗോൾഡ് മാത്രം. ഈ ഗോൾഡ് വീവിങ് വന്നിട്ടുണ്ട്, ലൈൻസ്. 1 ഗോൾഡ് ലൈൻസ് മാത്രം ഉള്ളത്, 2ാമത്തെ ഗോൾഡും സിൽവർ ലൈൻസും ഉള്ളത്. 100% ഡയബിളാണ്. നൈലോണല്ല, വിസ്കോസ് തന്നെയാണ് ഫാബ്രിക് ബേസ്. നമ്മൾ മെലാഞ്ച് വിസ്കോസ് ഫാബ്രിക്കിൽ, അല്ലെങ്കിൽ നമ്മൾ TTC നമ്മൾ റെഡി ചെയ്യുന്നത് വിസ്കോസിൽ ഏറ്റവും കൂടുതൽ ചെയ്യുക. തണ്ട ആ സിൽവറും ഗോൾഡും വന്നേക്കുന്നുണ്ട്. പ്യുവർ ഫാബ്രിക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ അടിസ്ഥാനം അത് തന്നെ. ഒരു 90% ഫാബ്രിക്സും നമ്മൾ വിസ്കോസിലോ അല്ലെങ്കിൽ പ്യുവർ ബേസിലോ ചെയ്തിട്ടുള്ളൂ. ചില മാർക്കറ്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങൾ മാത്രം ലിമിറ്റഡ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ആരെങ്കിലും റിക്വയർമെൻറ്റ് പറഞ്ഞാൽ മാത്രമേ ഈ നൈലോണോ പോളി ബേസിലുള്ള ഫാബ്രിക്സ് ഞങ്ങൾ ട്രേഡ് ചെയ്യുകയോ റീറ്റെയിലിൽ വിൽക്കുകയോ ചെയ്യുന്നുള്ളൂ. അതിന് ഭയങ്കര മെച്ചമായി പോളിസ്റ്റർ അല്ലെങ്കിൽ നൈലോൺ ബേസുള്ള ഫാബ്രിക് വിറ്റ് കഴിഞ്ഞാൽ നല്ല മാർജിൻ കിട്ടും. 2ാമത് കസ്റ്റമർ കംപ്ലയിൻസ് 0 ആയിരിക്കും. അതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. കാരണം അത് എങ്ങനെ വേണേലും വാഷ് ചെയ്യാം, അതിനധികം കെയർ കൊടുക്കണ്ട. എങ്ങനെ വേണേലും ഉപയോഗിച്ചാലും അത് കീറിപ്പോകുമെന്നോ അല്ലെങ്കിൽ വലിഞ്ഞു പോകുമെന്നോ കാര്യങ്ങളൊന്നും പേടിക്കണ്ട. പക്ഷേ ഈ പ്യുവർ ഫാബ്രിക് ട്രേഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്യുവർ ഫാബ്രിക്സ് വെച്ച് ഗാർമെൻറ്റ് മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ആ റൈറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ നമുക്ക് ആ റൈറ്റ് കസ്റ്റമറിനെ അല്ല കിട്ടിയെങ്കിൽ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വന്നോളൂ. മനസ്സിലായി? ഫാബ്രിക്സിന് കംപ്ലയിൻറ്റ് ഇല്ല എന്ന് ഞാൻ പറയാനുള്ളൂ. ഫാബ്രിക്സിന് കംപ്ലയിൻറ്റ് എന്തായാലും വരും. അത് ചിലപ്പോൾ ഒരു 10000 മീറ്ററൊക്കെ വരുമ്പോൾ ചിലതിൽ ഡൈ പിടിക്കാതെ വരാം, ചിലത് പിഞ്ചി പോകുന്ന അവസ്ഥ വരാം, അല്ലെങ്കിൽ ചിലത് ഹുക്കിട്ട് വലിച്ച് തുളയുണ്ടാവാം, മീറ്ററിൽ ഷോർട്ടേജ്, അങ്ങനെ പ്രശ്നങ്ങൾ വരാം. പക്ഷേ അതൊക്കെ ഒരു 2%, 3% ചെറിയ 2% വരുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഉപയോഗിക്കുന്നവർ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഫാബ്രിക്കിൻ്റെ ഡ്യൂറബിലിറ്റി. എന്നാൽ പോളിസ്റ്റർ ഓർ നൈലോൺ ഫാബ്രിക്കിന് അങ്ങനെയല്ല. മണ്ണിൻ്റെ അടി കൊണ്ടുപോയി കുഴിച്ചിട്ടാലും അതിൻ്റെ കളറും ഫേഡാവില്ല, വെയിലത്തിട്ടാലും ഒന്നും നരച്ചു പോവോ കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, കീറിപ്പോവൊന്നുമില്ല. അത്ര ഡ്യൂറബിലിറ്റിയാണ്, അല്ലെങ്കിൽ അത്രയും ലോങ് ലൈഫ് നിൽക്കും ഈ പോളിസ്റ്ററോ നൈലോൺ ഫാബ്രിക്സ്. പക്ഷേ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ട്. ഒരു ചീപ്പ് ഫാബ്രിക്കായിട്ട് തന്നെയാണ് പോളിസ്റ്ററിനെ അല്ലെങ്കിൽ നൈലോണിനെയൊക്കെ ഉപയോഗിക്കുന്നത്. മാർക്കറ്റിലുള്ള ഒരു ചീപ്പ് ഫാബ്രിക് അല്ലെങ്കിൽ ചീപ്പ് ബേസ്, അത്രേ ഉള്ളൂ. വിസ്കോസോ പ്യുവറിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് കംഫർട്ടബിളാണ് വാല്യൂ. എത്ര നാൾ നിൽക്കുമെന്നല്ല. നമ്മളൊരു പരിപാടിക്ക്, നമ്മളൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ അന്നത്തെ ദിവസം നമ്മുടെ ആയിരിക്കണം, ആ ഡേ നമ്മുടെ ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പ്യുവർ ഫാബ്രിക്സ്. എത്ര നാൾ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതല്ല, എത്ര ടൈംസ് അത് നിന്നു എന്നുള്ളതല്ല, ഞാൻ ഉപയോഗിച്ചപ്പോഴെല്ലാം, അല്ലെങ്കിൽ നമ്മളത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കംഫോർട്ടും ആ ഫീലിങ്ങും നമുക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് പ്യുവർ ഫാബ്രിക് ഓർ പ്യുവർ ക്ലോത്തിങ് വെച്ച് ഗാർമെൻറ്റ്സ് ചെയ്യുന്ന ബൊട്ടീക്സ് ഓർ ഡിസൈനേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്യുവർ ഫാബ്രിക്സ് വെച്ച് ഡ്രസ്സ് മേക്ക് ചെയ്യുന്നവർ 100% അതിൻ്റെ ടാഗ് ലൈനിൽ ഡ്രൈ വാഷ് ഓൺലി, വാഷിംഗ് വിത്ത് കെയർ ഓർ സം വാഷിംഗ് ഓർ യൂസ് ചെയ്യിപ്പോഴുള്ള ഇൻസ്ട്രക്ഷൻസ് ഒരു ബില്ലിൻ്റെ അകത്തോ അല്ല എങ്കിൽ അവരുടെ ടാഗിലോ കൊടുത്തിരിക്കണം. ഇല്ല എങ്കിൽ എന്നും കൺസ്യൂമർ കോർട്ട് കയറാനുള്ള സമയമാവും. താങ്ക് യു സോ മച്ച്.